അപ്പോൾ നമുക്ക് ഒരു സർക്കിളിൻ്റെ ഐസോമെട്രിക് ആയിട്ടുള്ള അതിൻ്റെ ഫ്രണ്ട് വ്യൂവും ഐസോമെട്രിക് ആയിട്ടുള്ള അതിൻ്റെ ടോപ്പ് വ്യൂവും വരയ്ക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ രണ്ടും ഈ ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷനിലാണ് നമ്മൾ വരച്ചത്. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. നമുക്കൊരു പ്ലേറ്റ് തന്നിട്ടുണ്ട്, ഒരു നെഗ്ലിജിബിൾ തിക്നെസ് ഉള്ള ഒരു പ്ലേറ്റ്. ആ പ്ലേറ്റിൻ്റെ വൺ സൈഡ് 100 mm ആണ്, ഈ സൈഡ് 50 mm ആണ്. ഈ ഭാഗങ്ങൾ കേർവ്ഡ് ആണ്. ഇവിടെ ഒരു 25 റേഡിയസ് ഉള്ള ഒരു ആർക്കാണ് ഈ രണ്ട് എഡ്ജസിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും വരയ്ക്കണം. ഇപ്പോൾ തന്നിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് എന്തായിരുന്നു? ഈ തന്നിട്ടുള്ള ഫിഗറിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് ആദ്യം വരയ്ക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. ഈ തന്നിട്ടുള്ളത് നമുക്ക് ഒരു ഓർത്തോഗ്രാഫിക് വ്യൂ ആണ്. ആ ഓർത്തോഗ്രാഫിക് വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ടോപ്പ് വ്യൂ ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇതൊരു ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ ഇതുപോലൊരു ടോപ്പ് വ്യൂ കിട്ടണമെങ്കിൽ ആ ഒരു പ്ലേറ്റ്, ഈ ഷേപ്പിലുള്ള ഒരു പ്ലേറ്റ് ഒരു ഹൊറിസോണ്ടൽ പൊസിഷനിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അതായത് HP-ക്ക് പാരലായിട്ട്, ഗ്രൗണ്ടിന് പാരലായിട്ട്, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ തന്നെ റെസ്റ്റ് ചെയ്യുന്ന മോഡലിലായിരിക്കും ഈ പ്ലേറ്റ് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഐസോമെട്രിക് വ്യൂ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്ത് നോക്കാം. അതെങ്ങനെയായിരിക്കും വരാന്നുള്ളത്. അത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു പ്ലേറ്റും നമുക്ക് ഡയറക്റ്റ്ലി വരയ്ക്കുന്നതിനേക്കാളും എളുപ്പം നമുക്ക് ഈ പ്ലേറ്റിൻ്റെ ഡയമെൻഷൻസ് വരുന്ന ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പ്ലേറ്റിനെ ഇൻസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു 100 mm ബൈ ഈ ഒരു ഡയമെൻഷൻ 50 mm ആണ്. അപ്പോൾ 100 by 50 mm ഉള്ളിൽ ഈ ഒരു പ്ലേറ്റിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഈ പ്ലേറ്റിനെ തൽക്കാലം മറന്ന് നമ്മൾ ഈ 100 mm by 50 mm സൈഡുള്ള റെക്റ്റാങ്കിൾ ഇമാജിൻ ചെയ്യുക. ആ റെക്റ്റാങ്കിൾ നമുക്കൊരു ടോപ്പ് വ്യൂ ആണെങ്കിൽ അതിൻ്റെ ഐസോമെട്രിക് വ്യൂ എങ്ങനെ വരുന്നത് ഇമാജിൻ ചെയ്ത് അത് നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ടോപ്പ് വ്യൂ, ഇത് ഒരു റെക്റ്റാങ്കിൾ ആണ്, ഇത് റെക്റ്റാങ്കിൾ പ്ലേറ്റ് ആണ്, അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് അതുള്ളതെങ്കിൽ അതിൻ്റെ ഐസോമെട്രിക് വ്യൂ എങ്ങനെ വരുന്നത് നമുക്ക് ഇമാജിൻ ചെയ്ത് വരച്ചുകൂടെ. അപ്പോൾ അതെങ്ങനെ വരും? നമ്മളൊരു ബേസ് ലൈൻ വരച്ചു, എന്നിട്ട് 30 ഡിഗ്രി ഉള്ള രണ്ട് ഡയറക്ഷനിലും നമുക്ക് ആക്സിസ് വരച്ച് അതിൽ നമുക്ക് ഈ 100 mm 50 mm മാർക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ടോപ്പ് വ്യൂ കിട്ടും. റെക്റ്റാങ്കിൾ പാർട്ടിനെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഡയറക്ഷൻ 30 ഡിഗ്രി ലൈൻ വരച്ചു, ഈ ഡയറക്ഷൻ 30 ഡിഗ്രി ലൈൻ വരച്ചു. നമ്മളതിൽ 100 mm ഇവിടെ മെഷർ ചെയ്തു, ഇവിടെ 50 mm മെഷർ ചെയ്തു. എന്നിട്ട് നമ്മൾ ആ റെക്റ്റാങ്കിൾ ഒരു പാരലോഗ്രാം ആക്കി നമ്മളതിനെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും പാർട്ടായി. ഇനി നമുക്ക് ഈ പ്ലേറ്റിനെ നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ പ്ലേറ്റിൽ ഈ 100 mm വരുന്ന ഈ ബേസ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ പോലെ തന്നെ മാർക്ക് ചെയ്യാം. കാരണം ഈ ബേസ് സൈഡാണ് നമുക്കതിൽ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബോൾഡ് ലൈനായിട്ട് വരയ്ക്കാം. ഇനി നമുക്കിതിൽ വിഷയമുള്ളത് നമുക്ക് ഈ ഭാഗങ്ങളാണ്. ഈ ഭാഗത്തൊരു കർവൊക്കെ വരുന്നതുകൊണ്ട് നമ്മളിനി വേറെ വരയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കോമ്പസ് ഫിക്സ് ചെയ്ത്, കോമ്പസ് ഇവിടെ നമുക്ക് സെൻറ്റർ ഫിക്സ് ചെയ്ത് ഈ സെൻറ്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത് ആ രീതിയിൽ നമുക്ക് ഈ ഒരു എൻഡ് മാർക്ക് ചെയ്യാം. അതുപോലെ കോമ്പസ് ഇവിടെ ഫിക്സ് ചെയ്ത് ഈ എൻഡ് ഏത് എൻഡിലാണ് വരുന്നത് ആ രീതിയിൽ നമുക്ക് ഈ ഒരു പോയിന്റ് ഫിക്സ് ചെയ്ത് ഈ ടോപ്പ് പാർട്ട് നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ടോപ്പ് പാർട്ട് എന്ന് വെച്ചാൽ ഈ ടോപ്പിലെ ഈ ഒരു കർവില്ലാത്ത ഈ ഒരു ഭാഗം വേണമെങ്കിൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. കാരണം ആ ഒരു പാർട്ടും നമ്മുടെ ആക്സിസുകൾക്ക് പാരലാണ്. ഈ കേസിൽ നമ്മുടെ ഈ ലെങ്ത്തിന്റെ ആക്സിസിന് പാരലാണ് ഈ ഒരു ഭാഗം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്യാം. അതേ മോഡലിൽ നമുക്ക് ഈ ഒരു പാർട്ടും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുന്ന പാർട്ട്, കർവില്ലാത്ത പാർട്ട്, അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ഈ ഒരു ആർക്കും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ ഈ ആർക്കൊക്കെ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? അപ്പോൾ അത് വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ആർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം അത് വരച്ചിട്ടില്ല, നമുക്ക് ആർക്ക് ആദ്യം വരയ്ക്കാം. അപ്പോൾ ആർക്ക് നമുക്ക് എങ്ങനെ ആദ്യം വരയ്ക്കാൻ പറ്റും? നമ്മളിപ്പോൾ ആർക്ക് വരയ്ക്കുന്നതിനെയും പഠിച്ചിട്ടില്ല, പക്ഷെ തൊട്ട് മുമ്പ് തന്നെ നമ്മൾ സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കാൻ നമ്മൾ പഠിച്ചു. എങ്ങനെയായിരുന്നു സർക്കിൾ? ഈ കേസിൽ നമുക്ക് ഈ സർക്കിളിൻ്റെ ടോപ്പ് വ്യൂ, നമ്മൾ എങ്ങനെയാണ് വരച്ചത്? ഇതുപോലെയാണ് നമ്മൾ ടോപ്പ് വ്യൂ വരച്ചത്. അപ്പോൾ സർക്കിൾ വരച്ചു വന്നപ്പോൾ ഒരു എലിപ്സ് ആയി. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ
നമുക്ക് പ്ലേറ്റിൻ്റെ കേസിലാണെങ്കിൽ ആ പ്ലേറ്റിൻ്റെ നമുക്ക് ആദ്യം ഈ ഒരു ഭാഗം, ഈ ഒരു സെക്ടർ പാർട്ടോ അല്ലെങ്കിൽ ഈ ഒരു ആർക്ക് പാർട്ട് മാത്രമേ നമുക്ക് വരയ്ക്കേണ്ടുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് സർക്കിളൂടെ വരയ്ക്കണമെന്നില്ല. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്കപ്പോൾ ഈ സർക്കിൾ ഇങ്ങനെ വരച്ചാൽ സർക്കിളിൻ്റെ ഈ ഫുൾ സർക്കിൾ വരയ്ക്കുന്നതിന് പകരം ഈ സർക്കിളിൻ്റെ ഈ ഒരു പാർട്ട് മാത്രം വരച്ചാൽ മതിയോ? അപ്പോൾ ഈ ഒരു പാർട്ട് മാത്രം എന്ന് പറയുന്നത് ഇവിടെ ഇതിലേതായിരിക്കും ആ പാർട്ട്? അതിൽ ഏത് പാർട്ടായിരിക്കും? നമ്മളിപ്പോൾ ഈ സർക്കിളിനെ എങ്ങനെയാണ് നമ്മൾ ടിൽറ്റ് ചെയ്തത്? ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ടിൽറ്റ് ചെയ്തത്. ഇവിടെ ഈ 1 എന്ന് പറയുന്നത് ആ സെയിം 1 തന്നെയാണ് നമ്മളിവിടെ ഉള്ള 1. അപ്പോൾ ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടിൽറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ AD എന്ന് പറയുന്ന ഈ ഒരു റേഡിയസ് ഏതാണ്? അല്ലെങ്കിൽ ഈ ഒരു ആർക്ക് എന്ന് പറയുന്നത് ഇതാണ് A, ഇതാണ് D. അപ്പോൾ ഈ ഒരു പാർട്ടാണ് ഈ ഒരു എലിപ്സിൻ്റെ ഈ ഒരു പാർട്ട്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് മാത്രം വരച്ചാൽ മതിയാവും. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു സ്ക്വയർ കിട്ടണം. പക്ഷെ സർക്കിൾ അല്ലെങ്കിൽ ഈ സർക്കിളിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ഈ ഒരു ആർക്ക് വരയ്ക്കാൻ, ഈ ഒരു സെക്ടർ വരയ്ക്കാൻ നമുക്കൊരു സ്ക്വയർ കിട്ടണം. അപ്പോൾ ഈ വരുന്ന ആർക്കിൻ്റെ ഭാഗത്ത് നമ്മൾ സ്ക്വയറിലേക്ക് ഇൻസ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ആർക്കല്ല, ആർക്ക് വരുന്ന ഏത് സർക്കിളിൻ്റെ പാർട്ട് ഓഫ് ആർക്കാണ് ആ സർക്കിളിനെയാണ് നമ്മൾ ഇതുപോലെ ഇൻസ്ക്രൈബ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇതാണ് സർക്കിൾ, ഇതാണ് ആർക്ക്. അപ്പോൾ ആർക്ക് ഏത് സർക്കിളിൻ്റെ പാർട്ടാണ്? 25 റേഡിയസ് വരുന്ന ഒരു സർക്കിളിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൽ 25 റേഡിയസ് വരുന്ന ഒരു സർക്കിൾ, അപ്പോൾ നോക്കണം ഈ ആർക്ക് ഇങ്ങോട്ടുണ്ടായിരുന്നു എന്ന് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ടും ഒരു 25 റേഡിയസ് ഉണ്ടാവും. അതിന് ഡയമീറ്റർ എന്ന് പറയുന്നത് 25 + 25 50 mm ഡയമീറ്റർ ഉള്ള ഒരു സർക്കിളാണ് ആക്ച്വലി ഇവിടെ വരേണ്ടത്. ആ സർക്കിളിൻ്റെ ഒരു പാർട്ട് ഓഫ് ആർക്കാണിത്, ഈ ഭാഗം. അതേപോലെ തന്നെ ഇവിടെ ഡയമെൻഷൻസ് തന്നിട്ടില്ല, അപ്പോൾ സെയിം ഡയമെൻഷൻസ് തന്നെയായിരിക്കും. അപ്പോൾ 25 അല്ലെങ്കിൽ 50 mm റേഡിയസ് വരുന്ന ഒരു സർക്കിളിൻ്റെ ഒരു പാർട്ടാണ് ഈ ഒരു ആർക്ക്, ശരിയല്ലേ? അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഒരു ടോട്ടൽ ലെങ്ത് 100 mm ആണ്. ഈ ഒരു ആർക്കിൻ്റെ ഡയ 50 mm ആണ്. ഈ ഒരു ആർക്കിൻ്റെ ഡയ 50 mm ആണ്. അപ്പോൾ 50 + 50 100. അപ്പോൾ ഈ സർക്കിൾ ആക്ച്വലി ഇത് കംപ്ലീറ്റ് ആയിരുന്നെങ്കിൽ, ഈ ഒരു ആർക്ക് കംപ്ലീറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ വരും? അത് ഇതിൻ്റെ മിഡ് പോയിന്റ് വരെ ആയിരിക്കും വരാം, ഈ 100 mm എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഈ ഒരു 100 mm മിഡ് പോയിന്റ് വരും. അപ്പോൾ നമുക്ക് ഈ 100 mm ഒരു പാർട്ടീഷൻ ലൈൻ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കേസിൽ ഈ 100 mm വരുന്ന ഈ സൈഡിൻ്റെ എക്സാക്ട് സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ വരച്ച് നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിളിനെ പാർട്ടീഷൻ ചെയ്താൽ, ഈ ഓവറോൾ റെക്റ്റാങ്കിളിനെ പാർട്ടീഷൻ ചെയ്താൽ ഒരു 50 mm × 50 mm, അതുപോലെ 50 mm × 50 mm സൈഡുള്ള 2 സ്ക്വയേഴ്സ് ആയിട്ട് നമ്മളതിനെ പാർട്ടീഷൻ ചെയ്താൽ നമുക്ക് ഈ ഒരു ആർക്ക് ഏത് സർക്കിളിൻ്റെ പാർട്ടാണോ ആ സർക്കിളിനെ ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ ഒരു സ്ക്വയർ പാർട്ട് കൂടി നമുക്ക് കിട്ടില്ലേ? അപ്പോൾ ഈ സ്ക്വയർ ആയിട്ട് പാർട്ടീഷൻ ചെയ്യുന്നത് ഈ ഒരു ആർക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 100നെ ഒരു മിഡ് പോയിന്റ് ഒരു 50 സൈഡ് വരുന്ന ഒരു സ്ക്വയറും കൂടി ആയിട്ട് ഇവിടെ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് 50, ഈ ഒരു സൈഡ് 50. അപ്പം നമുക്കത് വെച്ച് നമുക്ക് ഈ ഒരു ആർക്ക് വരയ്ക്കാൻ അത് നമ്മളെ സഹായിക്കും, ഈ ആർക്ക് വരയ്ക്കാൻ നമുക്ക് സഹായിക്കും. അപ്പോൾ അത് വെച്ച് നമുക്ക് അതിൻ്റെ ടോപ്പ് വ്യൂ നോക്കാം എങ്ങനെ വരുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ റെക്റ്റാങ്കിൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു പാരലോഗ്രാമായിട്ട് നമ്മൾ ടോപ്പ് വ്യൂവിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മളൊരു ലൈൻ കൂടി വരച്ചതിനെ പാർട്ടീഷൻ ചെയ്തു. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ സെൻറ്ററും ഈ ഒരു ബേസ് വരുന്ന ഈ സൈഡിൻ്റെ സെൻറ്ററും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ സെൻറ്ററും തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് ഇതുപോലൊരു ലൈൻ, ഈ ലൈന് സിമിലർ ആയിട്ടുള്ള ഒരു പാർട്ടീഷൻ ലൈൻ നമുക്ക് ഇവിടെ വരയ്ക്കാം. ഒരു തിക്കല്ലാത്തൊരു തിൻ ലൈൻ നമുക്ക് ഇവിടെ വരച്ച് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളിനെ നമ്മൾ 2 സ്ക്വയർ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഐസോമെട്രിക് വ്യൂ ആകുമ്പോൾ 2 റോംബസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു പറയാം. ഇനി ഈ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ നമ്മൾ ആ സർക്കിളിൻ്റെ ടോപ്പ് വ്യൂ
എങ്ങനെയാണ് വരാൻ പോകുന്നത്? നേരത്തെ വരച്ച പോലെ ഇവിടെ ആ സർക്കിൾ നമ്മൾ വരച്ചാൽ മതിയോ? അതുപോലെ സെയിം സർക്കിൾ നമ്മളിവിടെ വരച്ചാൽ മതിയോ? എന്നിട്ട് ആ സർക്കിളിൻ്റെ ആവശ്യമില്ലാത്ത ബാക്കിയുള്ള ഭാഗം, ഈ ഒരു ആർക്ക് ഒഴികെയുള്ള ബാക്കിയുള്ള ഭാഗം നമുക്ക് റബ്ബ് ചെയ്ത് കളഞ്ഞാൽ മതിയോ? അപ്പോൾ റബ്ബ് ചെയ്യുന്നതിന് കളയുന്നതിന് എളുപ്പം, സർക്കിൾ മൊത്തം വരയ്ക്കുന്ന എളുപ്പം ഈ ഒരു ആർക്ക് മാത്രം വരച്ചാൽ അത്രയും നമുക്ക് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആർക്ക് പാർട്ട് മാത്രം നമ്മൾ സർക്കിൾ വരച്ചതിൻ്റെ ഒരു പാർഷ്യലായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ഈ ഒരു ആർക്ക് മാത്രം വരച്ചാൽ മതി. അതുപോലെ ഇവിടെയും ഈ ഒരു ആർക്ക് മാത്രം വരച്ചാൽ മതി. അപ്പോൾ അതെങ്ങനെ വരയ്ക്കാൻ പറ്റും? അത് നമുക്ക് തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ഈ ഒരു പാർട്ട് എങ്ങനെ വന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു പാർട്ട് എങ്ങനെയാണ് വരച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു ആർക്കിൻ്റെ ഈ ഒരു പാർട്ട് മാത്രം വരയ്ക്കാനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഈ ഒരു ഭാഗം. അപ്പോൾ ഇതാണ് എ, ഇതാണ് ഡി. ഈ ഒരു ഭാഗം നമ്മളെങ്ങനെ വരച്ചിട്ടുണ്ട്? നമുക്ക് ഈ എ ഡി മാത്രം തൽക്കാലം വരച്ചാൽ മതിയോ? എ ഡി മാത്രം, ബാക്കിയുള്ള ഭാഗം റബ്ബ് ചെയ്ത് കളയേണ്ടതാണ്. അപ്പോൾ ഇവിടെ എ ഡി മാത്രം വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? എ ഡി മാത്രം വരയ്ക്കാൻ നമുക്ക് ഈ സെൻറ്റർ പോയിന്റും കിട്ടണം, ഈ ഒരു റേഡിയസും കിട്ടണം. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് ഈ സ്ക്വയറിൻ്റെ സെൻറ്ററിലേക്കുള്ള ഈ ഒരു ലൈൻ ജോയിൻ ചെയ്യണം. അതുപോലെ ഈ വെർട്ടെക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ വെർട്ടെക്സിൽ നിന്ന് ഈ സൈഡിൻ്റെ സെൻറ്ററിലേക്കുള്ള ഈ ഒരു ലൈനും കൂടി നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് അത് വെച്ച് ഈ ഒരു ആർക്ക് കട്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന സെൻറ്റർ കിട്ടും, ഈ ഒരു റേഡിയസും കിട്ടും. അത് വെച്ച് നമുക്ക് ഈ ഒരു ആർക്ക് നമുക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതേ മെത്തേഡിൽ നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലം നമുക്ക് ഈ എ ഡി പാർട്ട് മാത്രമേ വരയ്ക്കണ്ടൂ, ഈ ഒരു എ ഡി പാർട്ട് മാത്രം അല്ലേ? നമുക്ക് മറ്റേ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ആ സർക്കിളിൻ്റെ ഈ ഒരു ലെഫ്റ്റ് ടോപ്പിൽ വരുന്ന ഈ ഒരു കോർണർ മാത്രമേ നമുക്ക് വരയ്ക്കണ്ടൂ, അല്ലെങ്കിൽ ഈ ഒരു ആർക്കിൻ്റെ ഈ ഒരു പാർട്ട് മാത്രമേ വരയ്ക്കണ്ടൂ, ഈ ഒരു പാർട്ട് മാത്രം, ഈ ഒരു പാർട്ട് മാത്രം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആ സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്ക്വയറൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ എല്ലാ ഭാഗവും നമ്മൾ ചെയ്യണമെന്നില്ല. നമുക്ക് ആവശ്യമുള്ള ഈ ഒരു ആർക്ക് മാത്രം വരയ്ക്കാൻ നമുക്കപ്പോൾ എന്താ ചെയ്യണ്ടേ? നമുക്ക് ഇപ്പോൾ ഈ ഒരു സ്ക്വയറിന് ഒരു ലോങ് ഡയഗണൽ ഉണ്ട്, ഒരു ഷോർട്ട് ഡയഗണൽ ഉണ്ട്. ഷോർട്ട് ഡയഗണൽ വരുന്ന ഈ രണ്ട് വേർട്ടെക്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വേർട്ടെക്സിനെ 1 എന്ന് നെയിം ചെയ്യാം, ഈ ഒരു വേർട്ടെക്സിനെ 2 എന്ന് നെയിം ചെയ്യാം. 1 2. അപ്പോൾ ഈ ഒരു വേർട്ടെക്സിൽ നിന്ന് ഈ ഒരു പാർട്ട്, ഇപ്പോൾ ഇത് 50 mm ആണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ 25 mm ഇവിടെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്താൽ, നമ്മളിവിടെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്തു, ആ മിഡ് പോയിന്റിലേക്ക് നമുക്ക് ഈ ലൈൻ ജോയിൻ ചെയ്യാം. അതേപോലെ 2 എന്ന വേർട്ടെക്സിൽ നിന്ന് ഈ ഒരു ലൈനിൻ്റെ മിഡ് പോയിന്റ് നമുക്ക് ഇവിടെ വിചാരിക്കാം. അപ്പോൾ ആ മിഡ് പോയിന്റിലേക്ക് ഇവിടെ നമുക്കൊരു ലൈൻ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മിഡ് പോയിന്റ്, ഈ വേർട്ടെക്സിന് ഈ മിഡ് പോയിന്റിലേക്കും ഈ വേർട്ടെക്സിന് ഈ മിഡ് പോയിന്റിലേക്കുള്ള ലൈൻ ജോയിൻ ചെയ്തു. അത് തമ്മിൽ ഇവിടെ ഒരു ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് കൂടി ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് സെൻറ്റർ ആക്കാം. ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് റേഡിയസും ആക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കോമ്പസ് ഫിക്സ് ചെയ്ത് ഈ റേഡിയസിൽ നമുക്കൊരു ആർക്ക് കട്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു പാർട്ട് നമുക്ക് കിട്ടും, ശരിയല്ലേ? ഈ ഒരു ആർക്കിൻ്റെ ഈ ഒരു പാർട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളത് എങ്ങനെ വരയ്ക്കുക? നമ്മൾ ഇതുപോലെ ഈ ഒരു വേർട്ടെക്സിന് സെൻറ്ററിലേക്ക് ഒരു ലൈൻ വരച്ചു, ഈ ഒരു വേർട്ടെക്സിൽ നിന്ന് സെൻറ്ററിലേക്ക് ഒരു ലൈൻ വരച്ചു, ഈ ഒരു സൈഡിൻ്റെ സെൻറ്ററിലേക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റർസെക്ഷൻ പോയിന്റ് കിട്ടി. ഇൻ്റർസെക്ഷൻ പോയിന്റും ഈ ഇൻ്റർസെക്ഷൻ പോയിന്റിൽ നിന്നുള്ള റേഡിയസ്. അപ്പോൾ ഇവിടെ കോമ്പസ് ഫിക്സ് ചെയ്ത് ഈ റേഡിയസ് സെയിം ആയിരിക്കും. അത് വെച്ച് നമുക്കൊരു ബോൾഡ് ലൈനിലുള്ള ഒരു ആർക്ക് നമുക്കിവിടെ ബോൾഡ് ലൈനായിട്ട് വരയ്ക്കാം. ഇതൊക്കെ നമുക്ക് തിൻ ലൈൻസ് ആയിട്ട് വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആർക്കിൻ്റെ ഈ ഒരു പാർട്ട് കിട്ടിയില്ലേ? അപ്പോൾ 25 റേഡിയസ് എടുത്തിട്ടല്ല നമ്മൾ ഈ ആർക്ക് വരച്ചതെന്ന് ഓർക്കണം. നമ്മൾ ഈ ഒരു പാർഷ്യലായിട്ടുള്ള ഈ ഒരു സൂത്രപ്പണിയിലാണ് നമ്മൾ ഈ ഒരു പാർട്ട് വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക്
ഈ ഒരു ആർക്കും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആർക്ക് നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്താൽ പറ്റും. ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഈ ഒരു ആർക്ക്? ഇപ്പം ഇവിടെ വരച്ച ഈ 25 ഉള്ള റേഡിയസ് അല്ല നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. 25 എന്നുള്ള റേഡിയസ് അല്ല എടുത്തിട്ടുള്ളത്, ഇവിടെ ഒരു റേഡിയസ് ആണ്. ഇതേ റേഡിയസ് എടുത്ത് നമുക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റും. നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്നത് ഈ സർക്കിളിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറാണ്. ടോപ്പ് റൈറ്റ് കോർണർ നമുക്ക് ടോപ്പ് വ്യൂവിൽ എങ്ങനെ വന്നിട്ടില്ല നോക്കാം. നമുക്കിപ്പോൾ വരയ്ക്കാനുള്ളത് ടോപ്പ് റൈറ്റ് കോർണർ വരുന്ന ഈ ഒരു പാർട്ടാണ്. ഈ ഒരു പാർട്ട്, ഈ ഒരു ഭാഗം തൊട്ട് ഈ ഒരു ഭാഗം വരെയുള്ള ഈ ഒരു ആർക്കാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിന് സിമിലർ ആയിട്ട് വരുന്ന ടോപ്പ് വ്യൂവിൽ വരുന്ന ഭാഗം ഏതാണ്? നമ്മളിപ്പോൾ ഈ ഒരു പാർട്ടാണ് ആദ്യം വരച്ചത്, AD പാർട്ടാണ് ആദ്യം വരച്ചത്. പക്ഷെ ഈ ഒരു പാർട്ടിന് ഈ ഒരു ടോപ്പ് വ്യൂവിൽ ഏത് പാർട്ടായിരിക്കും ഇത് വരാം? ഈ ഒരു പാർട്ട്, ആ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇത് AD ആണെങ്കിൽ ബാക്കി വരുന്ന ഈ ഒരു ഭാഗം AB, ഈ ഒരു സൈഡിലാണ് നമുക്ക് വരാം. അപ്പം നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടത് AB എന്നുള്ള ഈ ഒരു പാർട്ടാണ്. AB എന്നുള്ള ഈ ഒരു പാർട്ട്. അപ്പോൾ ഇവിടെ AD വരച്ച അതേപോലെയാണോ AB? അല്ലല്ലോ. AD വരച്ചതിനും ഡിഫറെൻ്റ് ലെങ്ത് ഉള്ളൊരു ലൈനാണ് AB. ആർക്ക് ലെങ്ത് ഇവിടെ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ റേഡിയസും ഡിഫറെൻ്റ് ആണ്. ഇതൊരു ഗ്രേറ്റർ റേഡിയസ് ആണ്, ഇതൊരു ഷോർട്ടർ റേഡിയസിലാണ് ഈ എലിപ്സിൻ്റെ ഈ സൈഡ് വരുന്നത്. ഇവിടെ ഒരു ഗ്രേറ്റർ AD വരുന്നതിനേക്കാളും ഒരു ഗ്രേറ്റർ റേഡിയസിലാണ് ഈ ഒരു പാർട്ട് വരുന്നത്. ഇവിടുത്തെ റേഡിയസ് എത്രയാണ്? ഈ 3A ആയിരുന്നു ഈ ചെറിയ റേഡിയസ് ഉണ്ടായിരുന്നത് ഈ ഒരു പാർട്ടിൽ. പക്ഷെ ഇവിടെ ABക്ക് റേഡിയസ് വരുന്നത് 3A അല്ല, 1A എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബിഗ്ഗർ റേഡിയസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും പോകുന്ന ഒരു റേഡിയസിൽ നമ്മൾ ഒരു ലെങ്തി ആയിട്ടുള്ളൊരു ആർക്കാണ് ഇവിടെ നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വരച്ചത് എങ്ങനെയാണ്? അതേപോലെ നമ്മൾ ഈ ഒരു കോർണർ നമ്മളിവിടെ വരയ്ക്കേണ്ടി വരും. ഇത് സർക്കിളിൻ്റെ എല്ലാ ഓർത്തോഗ്രാഫിക് വ്യൂവിലെ എല്ലാ ഭാഗവും ഒരുപോലെ ആണെങ്കിലും ഇവിടെ കണ്ടു പല റേഡിയസിലാണ് ഓരോ ഭാഗങ്ങളും വരുന്നത് ഐസോമെട്രിക് വ്യൂവിൽ. അപ്പോൾ ശ്രദ്ധിക്കുക, AB പാർട്ട് ഇതിലെങ്ങനെയാണ് വന്നിട്ടുള്ളത്? AB പാർട്ട് എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കൂ. AB പാർട്ട് വന്നിട്ടുള്ളത് അവിടെ റേഡിയസ് എന്ന് പറയുന്നത് 1A റേഡിയസ് ആണ്. 1A അല്ലെങ്കിൽ 1B ആണ് അവിടെ റേഡിയസ് വരുന്നത്. അപ്പോൾ അത് നമ്മളെങ്ങനെയാണ് വരച്ചത്? അത് നമ്മൾ വരച്ചത് ഇപ്പോൾ ഈ ഒരു ഷോർട്ടർ ഡയഗണൽ വരുന്ന ഈ ഒരു വെർട്ടെക്സ് 1ൽ നിന്ന് മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു. അതുപോലെ 1ൽ നിന്ന് നെക്സ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് മറ്റൊരു സൈഡിലേക്കുള്ള മിഡ് പോയിന്റിലേക്കുള്ള ലൈൻ വരച്ചു. ഇനി 1A അല്ലെങ്കിൽ 1B റേഡിയസിൽ നമ്മളൊരു ആർക്ക് AB ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ ഇത് വരച്ചതിന് ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ നമ്മൾ ഇൻ്റർസെക്ഷനൊക്കെ എടുത്താണ് വരച്ചത്. അതിന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മളിവിടെ ഈ ഒരു ലെങ്ത്, ഈ ഒരു ഗ്രേറ്റർ ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആർക്ക് കട്ട് ചെയ്തത്. അപ്പോൾ അതേ മോഡൽ തന്നെ നമുക്ക് ഇവിടെയും വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ സർക്കിൾ വരയ്ക്കാൻ പാകത്തിനൊരു സ്ക്വയർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്ക്വയർ അല്ല, ആക്ച്വലി ഇതൊരു റോംബസ് ആണ്. നമ്മളൊരു പാരലോഗ്രാം അല്ലെങ്കിൽ റോംബസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫുൾ സർക്കിൾ വരച്ച് മാച്ച് കാണുന്നില്ല, നമ്മൾ ഈ ഒരു ആർക്ക് വരച്ചാൽ മതി. പക്ഷേ ഈ ഒരു ആർക്കിൻ്റെ ഈ റേഡിയസ് എന്ന് പറയുന്നത് ഇതുപോലൊരു ഷോർട്ട് റേഡിയസ് അല്ല, ഒരു ഗ്രേറ്റർ റേഡിയസിലുള്ള ഒരു ആർക്കല്ല ഇവിടെ വരാം. അപ്പം നമ്മളിവിടെ എങ്ങനെയത് വരയ്ക്കാൻ പറ്റാം? നമുക്ക് വീണ്ടും ഈ ഒരു സ്ക്വയറിലേക്ക്, നമ്മുടെ ഈ റോംബസിലേക്ക് നമുക്ക് നോക്കാം. ആ റോംബസിന് ഇതുപോലൊരു ലോങ്ങർ ഡയഗണൽ ഉണ്ട്, ഒരു ഷോർട്ടർ ഡയഗണൽ ഉണ്ട്. അപ്പോൾ അതിന് ഷോർട്ടർ ഡയഗണൽ സെലക്ട് ചെയ്യുക, അതിൻ്റെ ഒരു വെർട്ടെക്സ് എടുക്കുക. നമുക്കിത് 1 എന്ന് എടുക്കാം. അപ്പോൾ ഈ ഒരു വെർട്ടെക്സ് 1 എന്ന് എടുക്കാം. അപ്പോൾ ഈ 1ൽ നിന്ന് നമുക്ക് ഈ ഓപ്പോസിറ്റ് ഈ ഒരു സൈഡിലേക്കും 1ൻ്റെ ഈ വെർട്ടെക്സിൻ്റെ മറ്റൊരു ഓപ്പോസിറ്റ് സൈഡിൻ്റെയും സെൻറ്റർ പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യാം. ഇത് ഈ ഒരു ലെങ്ത് 50 ആണെങ്കിൽ ഇവിടെ 25 ഒരു മാർക്കിംഗ് ചെയ്യാം. ഈ ഒരു ലെങ്ത് 50 ആയതുകൊണ്ട് ഇവിടെ 25 ഒരു മാർക്കിംഗ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ആർക്സ് വരയ്ക്കാം. അതിലേക്ക് നമുക്ക് ലൈൻസ് കണക്ട് ചെയ്യാം. നമ്മൾ ആ 2 ലൈൻസ് കണക്ട് ചെയ്തു. അപ്പോൾ അതിന് ഇനി ഈ 1 തൊട്ട് ഇവിടം വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസും 1 തൊട്ട് ഇവിടം വരെ ഈ ഒരു ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അത് വെച്ച് നമുക്കൊരു ആർക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അത് വെച്ച് നമ്മളൊരു ആർക്ക് കട്ട് ചെയ്തു.
അപ്പോൾ കണ്ടോ, ഇവിടെ വന്നിട്ടുള്ള ആർക്കിന് സിമിലർ അല്ല ഇവിടെ വന്നിട്ടുള്ള ആർക്ക്. ഒരു ഡിഫറെൻറ്റ് ലെങ്ത് ആണ്, ഡിഫറെൻറ്റ് റേഡിയസ് ആണ് ഇവിടെ വരുന്നത്. പക്ഷെ എല്ലാം ഒരു സെയിം റേഡിയസ് വരുന്ന ഒരു ഓർത്തോഗ്രാഫിക് വ്യൂവിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷനാണ്. ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാർട്ടിൻ്റെയും ഐസോമെട്രിക് വ്യൂ കിട്ടി ആർക്കിൻ്റെ. ഇനി നമുക്കതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ജോയിൻ ചെയ്താൽ ഈ പ്ലേറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിൽ ഏത് രീതിയിലാണ് ഇത് വരയ്ക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ നമ്മൾ ആദ്യം സർക്കിൾ 4 സെൻറ്റർ മെത്തേഡിൽ എങ്ങനെ വരച്ചതെന്ന് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഇതൊരു സ്മോൾ റേഡിയസ് ഉള്ള ഒരു ആർക്കാണ്, ഇവിടെ ഒരു ലാർജ് റേഡിയസ് ഉള്ള ആർക്കാണ്. അപ്പോൾ ലാർജ് റേഡിയസ് ഉള്ള ആർക്ക് നമ്മൾ ഓപ്പോസിറ്റ് വേർട്ടെക്സ് വെച്ച് ഈ മിഡ് പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് ഡയറക്റ്റ്ലി നമ്മൾ ആർക്ക് കട്ട് ചെയ്യാണ്. സ്മോൾ റേഡിയസ് ഉള്ള ആർക്ക് വരയ്ക്കാൻ നമ്മൾ രണ്ട് ഓപ്പോസിറ്റ് വേർട്ടെക്സ് എടുത്ത് ഓരോ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് ആ ഇന്റർസെക്ഷനിൽ നമ്മൾ കോമ്പസ് ഫിക്സ് ചെയ്ത് ഇതുപോലെ ഒരു ആർക്ക് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് ഫിക്സ് ചെയ്യാന്നുള്ളത് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഏത് ഭാഗത്താണ് ഷോർട്ട് ആയിട്ടുള്ള ആർക്കും ലോങ് ആയിട്ടുള്ള ആർക്കും വരുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പം നമുക്ക് നോക്കാം. ഈ ഒരു സ്മോൾ റേഡിയസ് ഉള്ള ആർക്ക് വരുന്നത് ഈ ഒരു സ്ക്വയറിൻ്റെ കേസിൽ ഒരു 90 ഡിഗ്രിനേക്കാളും ചെറിയ ആംഗിൾ വരുന്ന സൈഡിലാണ്. ഇപ്പോൾ ഇവിടെ 90 ഡിഗ്രിനേക്കാളും ചെറിയ ഒരു 60 ഡിഗ്രി ഒരു ആംഗിളാണ് ഈ ഒരു പാരലോഗ്രാം അല്ലെങ്കിൽ റോംബസിന് ഈ ഒരു കോർണറിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു നാരോ ആയിട്ടുള്ള ആംഗിൾ ആയതുകൊണ്ട് തന്നെ ഒരു നാരോ റേഡിയസിലുള്ള ഒരു ആർക്കായിരിക്കും ഇവിടെ വരാം, ശരിയല്ലേ? അതേസമയം ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു 90ക്ക് പകരം ഒരു 120 ഡിഗ്രി ആംഗിളാണ് ഈ ഒരു കോർണറിൽ വരുന്നത്. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 120 ഡിഗ്രിയുടെ ഒരു ആംഗിളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി വൈഡ് ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ആംഗിളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി റേഡിയസ് കൂടിയ ആർക്കാണ് ഈ സൈഡിൽ വരാം. അപ്പോൾ റേഡിയസ് കൂടിയ ആർക്ക് ഈ ഓപ്പൺ ആയിട്ടുള്ള ആംഗിൾ വരയ്ക്കണം നമുക്ക് മനസ്സിലാവും. റേഡിയസ് കുറഞ്ഞ ആർക്ക് നാരോ ആയിട്ടുള്ള ഈ കോർണറിൽ വരയ്ക്കണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ആർക്സ് കിട്ടിയാൽ പിന്നെ ബാക്കിയുള്ള സൈഡ്സ് നമുക്ക് ഇവിടെ ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ബാക്കി ഭാഗം ഈ ഒരു സൈഡ് ജോയിൻ ചെയ്തു, ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ജോയിൻ ചെയ്തു. നമ്മുടെ പ്ലേറ്റിൻ്റെ ഐസോമെട്രിക് വ്യൂ ടോപ്പ് വ്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഐസോമെട്രിക് വ്യൂ കംപ്ലീറ്റ് ആയി. ക്ലിയർ അല്ലേ? ഇനി ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു പ്ലേറ്റിൻ്റെ ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ട് വ്യൂവിലുള്ള ഇമേജാണ്. നമ്മളിപ്പോൾ വരച്ച ടോപ്പ് വ്യൂ അല്ല. ഈ തന്നിട്ടുള്ള പ്ലേറ്റ് ഒരു ഓർത്തോഗ്രാഫിക് ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂ ഇതുപോലെ കിട്ടണമെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാം ആ ഒരു പ്ലേറ്റ് ഒരു വാളിൽ അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ പ്ലെയിനിന് പാരലാണ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിൻ അതേപോലെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റാണ്, കുത്തനെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റാണ് ഈ ഒരു പ്ലേറ്റ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഐസോമെട്രിക് വ്യൂ എങ്ങനെ വരും നമുക്ക് ഇമാജിൻ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിന് നമുക്ക് വീണ്ടും ഈ ഒരു പ്ലേറ്റിനെ ഇതുപോലുള്ള ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ നമുക്ക് ഇൻസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ റെക്റ്റാങ്കിൾ. അപ്പോൾ ഒരു 100 mm by 50 mm സൈഡിലുള്ള ഒരു റെക്റ്റാങ്കിളിനുള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്ത് ഇനി ആ റെക്റ്റാങ്കിളിൻ്റെ ഫ്രണ്ട് വ്യൂ ഐസോമെട്രിക് ഫ്രണ്ട് വ്യൂ എങ്ങനെയാണ് വരുന്നത്, ഐസോമെട്രിക് വ്യൂ ഫ്രണ്ട് വ്യൂവിൻ്റെ കേസിൽ വരുന്ന രീതിയിൽ നമുക്ക് വരയ്ക്കാം. അതിന് നമ്മളൊരു ബേസ് ലൈൻ വരച്ചു. അതുപോലെ രണ്ട് ആക്സിസ്, ഒരെണ്ണം ഹൈറ്റിന് ഡിനോട്ട് ചെയ്യുന്ന ആക്സിസ്, ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് ഹൈറ്റിന് ഡിനോട്ട് ചെയ്യുന്ന ആക്സിസും 30 ഡിഗ്രി ഇൻക്ലൈനിൽ ഈ ഡയറക്ഷനിൽ നമ്മളൊരു ആക്സിസ് വരച്ചു. ആ ആക്സിസിൽ ഈ 100 mm നേരെ നമ്മൾ മാർക്ക് ചെയ്തു. അതുപോലെ ഇനി 50 mm മുകളിലേക്ക് മാർക്ക് ചെയ്തത് വെച്ച് നമുക്ക് ഈ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യാം. അത് വെച്ച് നമുക്ക് ബേസ് സൈഡ് ഈ 100 mm നമുക്ക് തിക്ക് ലൈനായിട്ട് വരയ്ക്കാം. ബാക്കിയുള്ള ഭാഗത്താണ് നമുക്ക് ഇനി അറിയേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യം ആർക്ക് വരച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആർക്ക് വരയ്ക്കാൻ നമുക്ക് സർക്കിൾ ഒരു സ്ക്വയറിൽ ഇൻസ്ക്രൈബ് ചെയ്യാൻ പാകത്തിന് ഈ ഒരു പ്ലേറ്റിനെ നമ്മൾ 2 സ്ക്വയറാക്കി ഹാഫ്ലി ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഒരു ലൈൻ വരയ്ക്കാം, ഒരു ഹാഫ് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു ലൈൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 50 by 50 സൈഡുള്ള ഒരു 2 സ്ക്വയേഴ്സ് അല്ലെങ്കിൽ 2 റോംബസ് ആയിട്ട് ഇവിടെ ഡിവിഷൻ നടന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ നമുക്ക് ഈ ഒരു ആർക്ക് നമുക്ക് ആദ്യം വരയ്ക്കാം. അപ്പോൾ ഈ ഒരു ആർക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ നേരോ ആയിട്ടുള്ള ഒരു ആംഗിളാണ് കാണാം. 90 ഡിഗ്രിനേക്കാളും കുറഞ്ഞ ഒരു ആംഗിൾ അല്ലേ.
സോറി നാരോ അല്ല, 90 ഡിഗ്രിനേക്കാളും കൂടിയൊരു ആംഗിൾ അല്ല. ഇപ്പോൾ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് വെർട്ടിക്കൽ അല്ല, അപ്പോൾ ഇതാണ് 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി അല്ല, 90 ഡിഗ്രിനേക്കാളും കൂടിയിട്ടുള്ളൊരു ആംഗിൾ 120 ഡിഗ്രി വരുന്ന ഒരു ആംഗിൾ അല്ല ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇതൊരു കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ആംഗിളാണ്, ഒരു ഒബ്റ്റ്യൂസ് ആയിട്ടുള്ള ഒരു ആംഗിളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രേറ്റർ റേഡിയസിലുള്ള ഒരു ആർക്കായിരിക്കും നമുക്ക് വരയ്ക്കേണ്ടി വരാം. അപ്പോൾ ഗ്രേറ്റർ റേഡിയസിലുള്ള ആർക്ക് വരയ്ക്കാൻ നമുക്ക് വേണ്ടത് ഇതിൻ്റെ 2 ഡയഗണൽസ് ഉണ്ടാവും. ഈ ഒരു സ്ക്വയറിന് 2 ഡയഗണൽസ് ഉണ്ടാവും, ഈ ഡയറക്ഷനിലും ഈ ഡയറക്ഷനിലും. അപ്പോൾ അതിൽ ഷോർട്ടർ ഡയഗണൽ വരുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഷോർട്ടർ ഡയഗണൽ വരുന്നത്, അപ്പോൾ ഇവിടേക്ക് നമുക്ക് ആർക്ക് വരയ്ക്കാം. ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഇവിടെ ചൂസ് ചെയ്യാം. ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ആ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റ് 2 സൈഡിൻ്റെ മിഡ് പോയിന്റ്സിലേക്കുള്ള ലൈൻസ് വരയ്ക്കാം. അപ്പോൾ ഈ ഒരു വെർട്ടെക്സ് ഇത് 1 ആണെങ്കിൽ ഈ 1-ൽ നിന്ന് ഓപ്പോസിറ്റ് ഈ വെർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ സെൻറ്ററിലേക്ക് ഇവിടെ ലൈൻ വരച്ചു. അതുപോലെ ഈ സെൻറ്ററിലേക്കും ഒരു ലൈൻ വരച്ചു. ഇനി നമ്മൾ കോമ്പസ് 1 എന്നുള്ള ഈ ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്ത് ഇവിടെ നമ്മൾ ഈ ആർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു ആർക്ക് കിട്ടി. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഉള്ള ആർക്ക് വരയ്ക്കണം. ഇതേപോലെ എന്ന് പറയാൻ പറ്റില്ല, റേഡിയസ് വ്യത്യാസമുണ്ട്, സെൻറ്ററും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് വരയ്ക്കാൻ നമുക്ക് എന്ത് വേണം, നമുക്ക് നോക്കിയാൽ അറിയാം. ഇവിടെയുള്ള ഈ ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ഇതാണെങ്കിൽ 90 ഡിഗ്രി ആംഗിൾ കുറഞ്ഞ 60 ഡിഗ്രി വരുന്ന ഒരു ആംഗിളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ ഈ ഒരു ആംഗിൾ നാരോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഷോർട്ടർ റേഡിയസ് വരുന്ന ഒരു ആർക്കായിരിക്കും ഇവിടെ നമുക്ക് വരയ്ക്കേണ്ടി വരാം. ഷോർട്ടർ റേഡിയസ് വരയ്ക്കാൻ നമുക്ക് ഇൻ്റർസെക്ഷനൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്ക്വയറിൻ്റെ 2 ഡയഗണൽസ് നോക്കാം. ഒരു ഡയഗണൽ ഈ രീതിയിലുണ്ടാവും, അതുപോലെ ഇവിടെ ഒരു ഡയഗണൽ ഉണ്ടാവും. അപ്പോൾ ഷോർട്ടർ ഡയഗണൽ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും ഷോർട്ടർ ഡയഗണൽ. അപ്പോൾ ആ 2 വെർട്ടെക്സ് നമ്മൾ ചൂസ് ചെയ്യാം. ഇനി ഈ ഷോർട്ടർ ഡയഗണൽ വരുന്ന ഈ 2 വെർട്ടെക്സിൻ്റെ ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് ഇവിടുത്തെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. അതുപോലെ ഈ വെർട്ടെക്സിൽ നിന്ന് ഈ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഈ വെർട്ടെക്സിൽ നമ്മൾ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു. ഈ വെർട്ടെക്സിൽ നിന്ന് നമ്മൾ ഈ ഒരു സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് ലൈൻ വരയ്ക്കുക. അപ്പോൾ അവിടെ നമുക്കൊരു ഇൻ്റർസെക്ഷൻ കിട്ടും. അപ്പോൾ ഈ ഇൻ്റർസെക്ഷനിൽ നമ്മൾ കോമ്പസ് ഫിക്സ് ചെയ്ത് ഈ ഒരു സ്മോൾ റേഡിയസിൽ നമ്മൾ ഈ ഒരു ആർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലേറ്റിൻ്റെ ഈ ഒരു സൈഡ് ഉള്ള ആർക്ക് നമുക്ക് കിട്ടും. നമ്മൾ ഫുൾ സർക്കിൾ വരച്ച് മാച്ചിടേണ്ട കാര്യമില്ല. അപ്പോൾ ഈ 2 ആർക്ക് കിട്ടിയാൽ പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ജസ്റ്റ് ചുമ്മാ ജോയിൻ ചെയ്താൽ മതി. ബോൾഡ് ലൈൻസ് വെച്ച് നമ്മളിവിടെ ജോയിൻ ചെയ്തു, ടോപ്പ് സൈഡും ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള പ്ലേറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ അതിൻ്റെ ഐസോമെട്രിക് വ്യൂ ഇതുപോലെ ഇരിക്കും നമുക്ക് കിട്ടും. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? അപ്പോൾ അതേപോലെ തന്നെ ചില ഷേപ്സിൻ്റെ ഒക്കെ ഫ്രണ്ട് വ്യൂവും ആണ് തന്നിട്ടുള്ളതെങ്കിൽ എങ്ങനെ വരും, ടോപ്പ് വ്യൂ ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഐസോമെട്രിക് വ്യൂ എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. നമുക്ക് തന്നിട്ട് ഒരു ഹെക്സഗൺ ആണ്. അപ്പോൾ ഹെക്സഗണിൻ്റെ തന്നിട്ടുള്ളത് ഇത് ഹെക്സഗണിൻ്റെ ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ നമ്മൾ വീണ്ടും ഈ ഹെക്സഗണിൽ കൊള്ളാൻ പാകത്തിലുള്ള ഒരു റെക്റ്റാങ്കിൾ അതിനെ ഇൻസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ആ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂവിന് വേണ്ടി വരയ്ക്കാം. അപ്പോൾ റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ നമുക്കൊരു ഹൈറ്റിൻ്റെ ലെങ്ത്തിൻ്റെ ആക്സിസ് ആണ് ഉണ്ടാവുക. ഈ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ നമ്മൾ ബേസ് ലൈൻ വരച്ചു, ഹൈറ്റിൻ്റെയും ലെങ്ത്തിൻ്റെ ആക്സിസ് വരച്ച് ആദ്യം ആ റെക്റ്റാങ്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ റെക്റ്റാങ്കിളിൽ ഇതിൽ ഓരോ കോർഡിനേറ്റ്സും അതിൻ്റെ പാരലായിട്ട് ആക്സിസിൽ എവിടെയാണ് വരുന്നത് നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇപ്പോൾ ഈ കേസിൽ കോമ്പസ് നമ്മളിവിടെ ഫിക്സ് ചെയ്തു. ഈ ഒരു ലെങ്ത് നമ്മൾ ആർക്ക് ലെങ്ത് എടുത്തു. ആ ആർക്ക് വെച്ച് നമ്മൾ ഈ ഒരു പോയിന്റ് ഇവിടെ കട്ട് ചെയ്തു. ഇപ്പോൾ ഇത് എ ആണെങ്കിൽ കറസ്പോണ്ടിങ് എ എന്നുള്ള പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി ഇത് പോയിന്റ് ബി ആണെങ്കിൽ അപ്പോൾ നമ്മൾ കോമ്പസ് ഇവിടെ ഫിക്സ് ചെയ്തു. ഈ ഒരു പോയിന്റ് ഇപ്പോൾ 1 ആണെങ്കിൽ 1B ലെങ്ത്, ഇപ്പോൾ ഇവിടെ 1 ആണ്, 1B ലെങ്ത്തിൽ നമ്മൾ ആർക്ക് കട്ട് ചെയ്തു, നമുക്ക് പോയിന്റ് ബി കിട്ടും. അതുപോലെ ഈ ഒരു പോയിന്റ് ABCDEF. അപ്പോൾ നമുക്ക് ഈ എഫ് എന്നുള്ള പോയിന്റ് കിട്ടാൻ 1F എന്നുള്ളത് നമുക്ക് കോമ്പസിൽ മെഷർ ചെയ്താൽ മതിയാവും. കോമ്പസ് 1-ൽ ഫിക്സ് ചെയ്ത് എഫിലേക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. 1-ൽ കോമ്പസ് ഫിക്സ് ചെയ്ത് എഫ് ലെങ്ത് വരുന്ന
1f ലെങ്ത് വരുന്ന റേഡിയസ് ഉള്ള ആർക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എഫ് എന്നുള്ള പോയിന്റ് കിട്ടും. ഓക്കെ, അതുപോലെ ഇ എന്നുള്ള പോയിന്റ് കിട്ടാൻ നമ്മൾ കോമ്പസ് ഈ ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ 1 2 3 4 അങ്ങനെ കോർണേഴ്സ് ആണെങ്കിൽ 4E അതുപോലെ 4B ആ ലെങ്ത് വരുന്ന ആർക്ക് നമ്മൾ 4ൽ കോമ്പസ്, ഈ പോയിന്റ് 4 ആണെങ്കിൽ 4ൽ നമ്മൾ കോമ്പസ് ഫിക്സ് ചെയ്ത് 4E ലെങ്ത് വരുന്ന ആർക്ക് കട്ട് ചെയ്യുക. 4D ഈ പോയിന്റ് ഡി ആണെങ്കിൽ 4D ലെങ്ത് വരുന്ന ആർക്കും കട്ട് ചെയ്യാം. സിയും നമുക്ക് അതുപോലെ ഈ 2C എന്നുള്ള ലെങ്ത്, ഇപ്പോൾ ഈ ഒരു പോയിന്റ് 2 ആണെങ്കിൽ 2C എന്നുള്ള ആർക്ക് നമുക്ക് ഇവിടെയും കട്ട് ചെയ്യാം. അപ്പം അങ്ങനെ നമുക്ക് ഓരോ പോയിന്റ്സ് അതിൻ്റെ പാരലൽ ലെങ്സിൽ നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാർക്ക് ചെയ്യാം. ഈ ഹെക്സഗണിൻ്റെ സൈഡ് ലെങ്ത് ഒന്നും നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോകണ്ട. ഈ ഒരു രീതിയിൽ ചെയ്താലായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളൊരു ഹെക്സഗൺ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇതുപോലെ ആയിരിക്കും ആ ഹെക്സഗൺ നമുക്ക് കിട്ടുക. ഇനി ഇത് ഹെക്സഗണിൻ്റെ ഫ്രണ്ട് വ്യൂ അല്ല ടോപ്പ് വ്യൂ ആണ് തന്നിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പ് വ്യൂ വെച്ച് നമ്മൾ അതിൻ്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ഇവിടെ എച്ചിൻ്റെയും എല്ലിൻ്റെയും ആക്സിസിന് പകരം ഇവിടെ ഒരു ലെങ്ത്തിൻ്റെയും ഒരു ഡെപ്തിൻ്റെയും ആക്സിസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്സിസ് ആവും വരാം. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി ഒരു ലൈനും ഇവിടെ 30 ഡിഗ്രി ഒരു ലൈനും ഉണ്ടാവും. ഒരെണ്ണം ലെങ്ത്തിൻ്റെ ഒരെണ്ണം ഡെപ്തിൻ്റെ ആക്സിസ്. അത് വെച്ച് നമ്മൾ ഈ ഹെക്സഗൺ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള റെക്റ്റാങ്കിളിന് നമ്മൾ അല്ലെങ്കിൽ സ്ക്വയറിന് നമ്മൾ അതേപോലെ വരച്ചു. ഇനി നമ്മളിവിടെ ഓരോ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഓരോ പോയിന്റ്സ് മാർക്ക് ചെയ്തപോലെ തന്നെ നമുക്ക് ഇവിടെയും പാരലൽ ലൈൻസിനോട് ചേർന്നിട്ട് നമുക്ക് ഓരോ എഡ്ജസ് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഒരു ലെങ്ത് എത്രയാണ്, അതുപോലെ ഈ ഒരു ലെങ്ത് എത്രയാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർക്സ് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് കോമ്പസ് ഇവിടെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതിന് വെച്ച് നമുക്ക് ഈ കോമ്പസ് ഇവിടെ ഫിക്സ് ചെയ്ത് ഈ ഒരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ കോമ്പസ് ഇവിടെ ഫിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു ആർക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ കോമ്പസ് ഇവിടെ ഫിക്സ് ചെയ്ത് നമുക്ക് ഈ ആർക്ക്, കോമ്പസ് ഇവിടെ ഫിക്സ് ചെയ്ത് ഈ ആർക്ക് കട്ട് ചെയ്യും, കോമ്പസ് ഇവിടെ ഫിക്സ് ചെയ്ത് ഈ ആർക്ക് കട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ ഹെക്സഗൺ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഹെക്സഗൺ ഇതുപോലെ വരും. അപ്പം നമുക്ക് ഈ രണ്ട് ഓറിയന്റേഷനിലും നമുക്ക് ആ ഹെക്സഗൺ വരയ്ക്കാൻ പറ്റും. ഇനി ഹെക്സഗണിന് പകരം സർക്കിൾ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഫോർ സെന്റർ മെത്തേഡ് വെച്ച് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആയിരുന്നെങ്കിൽ നമുക്ക് ഐസോമെട്രിക് വ്യൂ ഇതുപോലെ വരയ്ക്കാൻ പറ്റും. ഈ തന്നിട്ടുള്ളത് ടോപ്പ് വ്യൂ ആയിരുന്നെങ്കിൽ അതിൻ്റെ ഐസോമെട്രിക് വ്യൂ നമുക്ക് ഈ മോഡലിൽ വരയ്ക്കാൻ പറ്റും. അപ്പോൾ സർക്കിളിന് നമുക്കൊരു എലിപ്സ് ആയിട്ടായിരിക്കും അപ്പിയർ ചെയ്യാന്ന് മാത്രം. സർക്കിളായിട്ട് ആയിരിക്കില്ല പിന്നെ ഐസോമെട്രിക് വ്യൂവിൽ കിട്ടുക, ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് ആയിരിക്കും. എന്നാലും നമുക്ക് ഇമാജിൻ ചെയ്യുമ്പോൾ അത് സർക്കിളായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്കൊരു സെമി സർക്കിളാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ഈ സർക്കിൾ വരച്ചാൽ അതേപോലെ തന്നെ നമുക്ക് സെമി സർക്കിളും വരയ്ക്കാം. പകരം ഈ ഒരു ആവശ്യമില്ലാത്ത ഭാഗം നമ്മൾ റബ്ബ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. അപ്പോൾ സെമി സർക്കിൾ വരയ്ക്കുമ്പോൾ ഈ സെമി സർക്കിളിൽ നമ്മൾ വീണ്ടും ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ നമ്മളാക്കാം. ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ നമുക്ക് ആക്കാം. അപ്പോൾ സർക്കിളിനെ സ്ക്വയറിലാക്കിയ പോലെ അതേ ഡയമീറ്റർ വരുന്ന അല്ലെങ്കിൽ അതേ സൈഡ് വരുന്ന ഒരു സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് ആക്കുന്നതായിരിക്കും നമുക്ക് എളുപ്പം. ഇപ്പോൾ ഈ സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ 50 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 50 സെൻറ്റിമീറ്റർ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ഈ സെമി സർക്കിളിനെ നമ്മൾ ഫിക്സ് ചെയ്യാം. അപ്പോൾ സെമി സർക്കിളിനെ നമ്മൾ ഈ ഡയമീറ്റർ എത്രയാണ് അതേ സൈഡിൽ വരുന്ന ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി ഈ ഒരു സ്ക്വയറിൻ്റെ നമ്മൾ ടിൽറ്റ് ചെയ്തതിൻ്റെ തന്നിട്ടത് ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ വരയ്ക്കുക. ഹൈറ്റിൻ്റെയും ലെങ്ത്തിൻ്റെ ആക്സിസ് വെച്ച് റെക്റ്റാങ്കിളിന് ആദ്യം ടിൽറ്റ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ അതൊരു പാരലോഗ്രമായിട്ട് കിട്ടും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു സെമി സർക്കിളിനെ ഒളിക്കാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് ആ സെമി സർക്കിളിൻ്റെ വ്യൂ വരാം. അപ്പോൾ ഇവിടെയും ഈ ഒരു റേഡിയസ് ആയിരിക്കില്ല ഈ റേഡിയസും ലെങ്ത്തും വ്യത്യാസമുണ്ട് കമ്പയർഡ് ടു ഈ സൈഡ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു പാർട്ട് പ്രത്യേകം നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ പാർട്ട് കുറച്ചും കൂടി ഒബ്റ്റ്യൂസ് ആയിട്ടുള്ള ഒരു ആംഗിൾ ആയതുകൊണ്ട് ഈ ഒരു പാർട്ടിൽ കുറച്ചും കൂടി ലെങ്ത്ത് കൂടിയ ആർക്കായിരിക്കും, റേഡിയസ് കൂടിയ ആർക്കായിരിക്കും. അപ്പോൾ ഇത് വരയ്ക്കാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു ലൈനും ഈ മിഡ് പോയിന്റ് ഈ ഒരു ലൈനും വരച്ച് നമുക്ക് ഈ ഒരു ആർക്ക് ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു മെത്തേഡിൽ.
അതേസമയം ഈ ഒരു സെമി സർക്കിളിൻ്റെ ഈ ഒരു പാർട്ട് വരയ്ക്കാൻ ഇതിൽ ഷോർട്ടസ്റ്റ് ഡയഗണൽ വരുന്ന വെർട്ടെക്സിൻ്റെ, അപ്പോൾ ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് ഈ മിഡ് പോയിന്റിലേക്കും അതുപോലെ ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് ഈ മിഡ് പോയിന്റിലേക്കും വരച്ച് നമുക്ക് അപ്പോൾ ഇവിടെ ഒരു ഇൻ്റർസെക്ഷൻ കിട്ടും. അപ്പോൾ ആ ഒരു പോയിന്റ് സെൻറ്റർ ആക്കി നമുക്ക് ഇവിടെ വീണ്ടും ഒരു ആർക്ക് കട്ട് ചെയ്ത് ഈ ഒരു പാർട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇതൊരു സെമി സർക്കിളാണ്, ഒരു ഈക്വൽ റേഡിയസ് ആണ് അതിൻ്റെ എല്ലാ ആർക്കിലും സാധാരണഗതിയിൽ വരുന്നത്. ഈ ഒരു റേഡിയസ് തന്നെയായിരിക്കില്ല ഈ ഒരു റേഡിയസ് വരാം, ലെങ്ത്തും. പക്ഷെ നമ്മൾ ഐസോമെട്രിക് വ്യൂ വരച്ച് വരുമ്പോൾ നമുക്കത് ഒരു സെമി സർക്കിളായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ ഈ ഒരു പാർട്ടിന് ഒരു ഡെഫിനറ്റ് റേഡിയസ് ഉണ്ടാവും, ഒരു ഹയർ റേഡിയസ് ആയിരിക്കും, അതുപോലെ ഹയർ ലെങ്ത് ഉള്ള ഒരു ആർക്കായിരിക്കും. അതേസമയം ഈ ഒരു സൈഡിലൊരു ഷോർട്ടർ ലെങ്ത് ഉള്ള ഒരു ആർക്കാണ്, ഷോർട്ടർ റേഡിയസ് ഉള്ള ആർക്കാണ്. ഇവിടെ വരുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഒരു എക്യൂട്ട് ആംഗിളാണ്, 90 ഡിഗ്രിയേക്കാൾ ചെറിയ ഒരു ആംഗിളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതുകൊണ്ടാണ് ചെറിയ ലെങ്ത് ഉള്ള ആർക്ക് ഇവിടെ വരുന്നത്, ചെറിയ റേഡിയസ് ഉള്ള ആർക്ക് വരുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇപ്പം തന്നിട്ടുള്ള ഈ സെമി സർക്കിളിൻ്റെ ടോപ്പ് വ്യൂ ആണെങ്കിൽ നമുക്കതെങ്ങനെ വരയ്ക്കാൻ പറ്റും? അപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലലായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇമാജിൻ ചെയ്യുക, ആ രീതിയിൽ സെമി സർക്കിൾ വരയ്ക്കുക. സെമി സർക്കിൾ വരയ്ക്കുന്നതിന് പകരം ആദ്യം നമ്മൾ ആ സ്ക്വയർ വരയ്ക്കുക. സെമി സർക്കിൾ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള സ്ക്വയർ ആദ്യം വരയ്ക്കുക. സ്ക്വയർ വരയ്ക്കാൻ നമുക്ക് ലെങ്ത്തിൻ്റെ ഡയറക്ഷനിലും ഡെപ്തിൻ്റെ ഡയറക്ഷനിലും ആക്സിസ് വേണം. അപ്പോൾ അത് വെച്ച് നമ്മൾ ഒരു സ്ക്വയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി സ്ക്വയറിൻ്റെ ഉള്ളിൽ ഈ ഒരു സർക്കിൾ ആസ് എൻ എലിപ്സ് നമ്മൾ ഇൻസ്ക്രൈബ് ചെയ്താൽ മതി. സർക്കിൾ മൊത്തമായിട്ട് വേണ്ട, സെമി സർക്കിളായിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതങ്ങനെ ഇൻസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് ഇതുപോലെ ആയിരിക്കും ആ സെമി സർക്കിൾ കിട്ടുക. അതെങ്ങനെ നമുക്ക് ഇതുപോലെ കിട്ടിയത്? ഇപ്പോൾ ഈ ഒരു കേസിൽ നോക്കാം. ഈ ഒരു സെമി സർക്കിളിൻ്റെ ഈ ഒരു പാർട്ട് ഓഫ് ആർക്ക് വരയ്ക്കണമെങ്കിൽ ഈ ഒരു പാർട്ട് ഓഫ് ആർക്ക് വരുന്നത് നമ്മൾ ഈ ഒരു റോംബസ്, ഈ ഒരു റോംബസിന് ഇവിടെ ഒരു ലെങ്ത്ത് കൂടിയ ഒരു ഡയഗണൽ വരും, ഇവിടെ ലെങ്ത്ത് കുറഞ്ഞ ഒരു ഡയഗണൽ വരും. അപ്പോൾ ലെങ്ത്ത് കുറഞ്ഞ ഡയഗണൽ വരുന്ന ഈ രണ്ട് വേർട്ടെക്സ് എടുക്കുക. ആ വെർട്ടെക്സിൽ നമ്മളിപ്പോൾ ഈ ഒരു ഭാഗമാണ് വരയ്ക്കാൻ പോകുന്നത്. ഈ ഒരു ആർക്ക് വരയ്ക്കണമെങ്കിൽ നമുക്ക് അറിയാം ഈ ഒരു ആർക്ക് വരുന്ന ഈ ഒരു വെർട്ടെക്സിലെ ആംഗിൾ ഒരു എക്യൂട്ട് ആംഗിളാണ്, ഷോർട്ട് ആംഗിളാണ്, 90 ഡിഗ്രിയേക്കാൾ ചെറിയ ഒരു ആംഗിളാണ്. അപ്പോൾ ഇവിടെ വരാൻ പോകുന്ന ആർക്കിൻ്റെ റേഡിയസ് കുറവായിരിക്കും, ആർക്കിൻ്റെ ലെങ്ത്തും കുറവായിരിക്കും, ഒരു ഷോർട്ടായിട്ടൊരു ആർക്കായിരിക്കും വരാം. അപ്പോൾ അതുപോലൊരു ആർക്ക് വരയ്ക്കണമെങ്കിൽ നമുക്കൊരു സെൻറ്റർ ലൈനൊക്കെ വേണം, ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വേണം. അപ്പോൾ ഇതിൽ ഷോർട്ടർ ഡയഗണൽ വരുന്ന എൻഡ് പോയിന്റ്സ് നമുക്ക് 1 എന്നും 2 എന്നും മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ 1-ൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ സെൻറ്ററിലേക്ക് നമുക്കൊരു ലൈൻ വരയ്ക്കാൻ പറ്റും. അതുപോലെ 2-ൽ നിന്ന് ആ 2-ൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ സെൻറ്ററിലേക്കും നമുക്കൊരു ലൈൻ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടുള്ളൊരു കോമൺ ഒരു ഇൻ്റർസെക്ഷൻ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. ആ കോമൺ ഇൻ്റർസെക്ഷനാണ് ഈ ഒരു പാർട്ട്. അപ്പോൾ കോമ്പസ് ഇവിടെ ഫിക്സ് ചെയ്ത് ഈ ഒരു ഡിസ്റ്റൻസ് അതിൻ്റെ റേഡിയസ് ആക്കി, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് റേഡിയസ് ആക്കി നമുക്ക് ഈ ഒരു ആർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഒരു ഷോർട്ട് ലെങ്ത് ഉള്ള ഒരു ആർക്കാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. അതേപോലെ തന്നെ ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു ആർക്ക് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഈ ഒരു ആർക്ക് വരുന്നത് നമുക്കിത് കണ്ടാൽ അറിയാം, ഒരു ലെങ്ത്ത് കൂടിയിട്ടുള്ളൊരു ആർക്കാണ്, അതുപോലെ റേഡിയസ് കൂടിയിട്ടുള്ളൊരു ആർക്കാണ്, ഹയർ റേഡിയസ് വരുന്ന ഒരു ആർക്കാണ്, കുറച്ചും കൂടി വലിയൊരു ആർക്കാണ്. അപ്പോൾ ഇത് വലിയ ആർക്കാണ് നമുക്ക് എങ്ങനെയാണ് ഐഡിയ കിട്ടിയത്? ഈ ഒരു ആർക്ക് ഷോർട്ടറാണോ ലോങ്ങറാണോ എന്ന് പിടി കിട്ടുന്നത് നമുക്കതിൻ്റെ ആർക്ക് വരുന്നതിൻ്റെ വെർട്ടെക്സിലെ ആംഗിളാണ്. ആ ആർക്ക് വരുന്നതിൻ്റെ അവിടുത്തെ വെർട്ടെക്സ് ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്, ഒരു ഹയർ ആംഗിളാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ ആർക്ക് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഷോർട്ടർ ഡയഗണൽ വരുന്നത് ഈ ഒരു ഡയഗണലും ഈ ഒരു ഡയഗണലും. നമുക്കതിനെ ഇപ്പോൾ ഈ ഒരു ഡയഗണലിനെ നമുക്ക് എൻ പോയിന്റ് 2 1 എന്നും ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഈ 1 എന്നുള്ള പോയിന്റിൽ നിന്ന് ഈ ഒരു സൈഡിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ലൈൻ വരച്ചു. അതുപോലെ 1 എന്നുള്ള പോയിന്റിൽ നിന്ന് ഈ ഒരു സൈഡിൻ്റെ സെൻറ്ററിലേക്ക് നമ്മളൊരു ലൈൻ വീണ്ടും വരച്ചു. ഇനി
ഇത് രണ്ടിനും ഒരേ റേഡിയസ് ആയിരിക്കും. ആ റേഡിയസ് വെച്ച് 1ൽ നിന്ന് ഈ ഒരു സർക്കിളിൻ്റെ 2 സെൻറ്ററിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് എടുത്ത് ആ ഡിസ്റ്റൻസ് വെച്ച് നമുക്കൊരു ആർക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു സെമി സർക്കിളിൻ്റെ ഈ ഒരു റൈറ്റ് പാർട്ടും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സെമി സർക്കിളിൻ്റെ ലെഫ്റ്റ് പാർട്ട് റൈറ്റ് പാർട്ടും വരയ്ക്കാൻ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് നമ്മൾ എങ്ങനെ വരുത്തി എങ്ങനെ നമ്മൾ വരച്ചു എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ ഈ ഒരു ഗ്രേറ്റർ ലെങ്ത് ഉള്ള ഈ ഒരു ആർക്ക് കിട്ടാൻ നമുക്ക് നമ്മൾ പോയിന്റ് എവിടെയാണ് ഫിക്സ് ചെയ്തത്? നമുക്ക് ഈ ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ, ഈ വൈഡ് ആയിട്ടുള്ള ആംഗിൾ വരുന്ന ഈ ഒരു ആർക്കാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ അത് വരയ്ക്കാൻ നമ്മൾ ഈ ഷോർട്ടർ ഡയഗണൽ വരുന്ന ഈ ഒരു ഒരെണ്ണം നമുക്ക് എടുത്താൽ ഈ ഒരു ഡയഗണൽ എടുക്കാം. ഈ ഒരു പോയിന്റ് എടുക്കുക. ഈ ഒരു പോയിന്റിൽ നിന്ന് എൻ്റെ സെൻറ്ററിലേക്ക് ഓപ്പോസിറ്റ് സെൻറ്ററിലേക്ക് വരയ്ക്കുക. ഈ ഒരു പോയിന്റ് സെൻറ്ററിൽ നിന്ന് ഈ ഒരു സൈഡിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഇനി നമുക്ക് ഈ ഒരു ലൈൻ തൊട്ട് ഈ ഡിസ്റ്റൻസ് വരെയുള്ള റേഡിയസ് ആക്കി എടുത്ത് ഒരു ആർക്ക് നമുക്ക് ജോയിൻ ചെയ്താൽ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് സെമി സർക്കിളിൻ്റെ ഐസോമെട്രിക് വ്യൂ നമുക്ക് വരയ്ക്കാൻ പറ്റുക.